ഹലോ ഓൾ, വെൽക്കം ടു കേരള ഈറ്റ്സ്. ഇന്ന് 3 പച്ചടികളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 2 മാങ്ങ തൊലി കളഞ്ഞ് ചീകിയെടുക്കുക, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 3-4 ചുവന്നുള്ളിയും വട്ടത്തിൽ അരിയുക. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർക്കുക. അതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് ഇളക്കുക. താളിക്കാനായി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റലമുളകും ചേർത്ത് താളിച്ച് മാങ്ങ പച്ചടിയിലേക്ക് ചേർക്കുക. ബീട്രൂട്ട് പച്ചടിക്കായി 200 ഗ്രാം വരുന്ന ബീട്രൂട്ട് ചെറുതായി കൊത്തി അരിഞ്ഞ് അതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് മാറ്റിവെക്കുക. അരപ്പിനായി ഒരു മിക്സിയിൽ ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് അരച്ചു വെക്കുക. 1/2 കപ്പ് തൈര് ഉടച്ചു വെക്കുക. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും പച്ചമുളകും ചേർത്ത് ഒരു പകുതി വേവാകുമ്പോൾ അതിലേക്ക് തേങ്ങ അരപ്പിന്റെ പകുതിയും ഉപ്പും ചേർത്ത് വെന്തു വരുമ്പോൾ ഉടച്ചു വെച്ച തൈരും ചേർത്ത് ഇറക്കി മാറ്റിവെക്കുക. താളിക്കാനായി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും വറ്റലമുളകും ചേർത്ത് താളിച്ച് ബീട്രൂട്ട് പച്ചടിയിലേക്ക് ചേർക്കുക. പാവയ്ക്ക പച്ചടിക്കായി 200 ഗ്രാം വരുന്ന പാവയ്ക്ക ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും എടുത്ത് മാറ്റിവെക്കുക. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് മൂത്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റിവെക്കുക. അതേ ചട്ടിയിലേക്ക് പാവയ്ക്ക ഇട്ട് വറുത്ത് കോരി പിന്നീട് മാറ്റിവെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പാവയ്ക്കയും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന ബാക്കി തേങ്ങയും ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും ചേർത്ത് ഇളക്കുക. താളിക്കാനായി ചൂടായ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളിയും വറ്റലമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ച് പാവയ്ക്ക പച്ചടിയിലേക്ക് ചേർക്കുക. കേരള ഈറ്റ്സിന്റെ 3 പച്ചടികൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ സൈനിങ് ഓഫ് ഫ്രം കേരള ഈറ്റ്സ്.